ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി എത്തിച്ചു കൊടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ഇന്ന് 2025 മെയ് 8 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒത്തിരിയൊന്നും പറയാനില്ല, കാരണം യുദ്ധം നടക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി റിപ്പോർട്ടുകളാണ് നമുക്കറിയേണ്ടത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടാക്കിയ ഡ്രോണുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ഓപ്പറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഡ്രോണിന് റഡാറിനെ വെട്ടിച്ച് മുന്നോട്ട് പോകാനും ലക്ഷ്യസ്ഥാനത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാനും സാധിക്കും എന്നതുകൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു ഓപ്പറേഷനിൽ ഈ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നാണ് വായിക്കാൻ സാധിച്ചത്. അതായത് 43 മുതൽ 50 സെൻറ്റിമീറ്റർ മാത്രം ഡയമീറ്ററുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രോണാണിത്. സോ പോർമനകൾ 250 കിലോയോളം വെയിറ്റ് എടുത്തു പോകാൻ കഴിവുള്ളതാണ് എന്നൊക്കെ വായിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ സംഭവം യുദ്ധം എന്നതൊരു നല്ലൊരു കാര്യം ഒന്നുമല്ല എങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ടെക് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇത്രയും സക്സസ്ഫുള്ളായി ഒരു യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ കമ്പനിയുടെ കഴിവ് എന്ന് പറയുന്നത് കാണാതെ പോകരുത്. ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണത്. ഏതാണ് ആ കമ്പനി പേര് എന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. സാധാരണ അങ്ങനെ പ്രതിരോധ രഹസ്യങ്ങൾ പുറത്തേക്ക് വിടാറില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏത് കമ്പനിയാണ് എന്നത് പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ടിൽ എവിടെയും തന്നെ. നമ്മൾ നോക്കേണ്ടത് സ്റ്റോക്സ്, ന്യൂസിൽ വന്നിരിക്കുന്ന സ്റ്റോക്സ് ഭാരതി എയർടെൽ, കേഫിൻ ടെക്നോളജീസ്, നസാറ ടെക്, ഡാബർ, ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, സിംഫണി, യുണൈറ്റഡ് ബ്രീവറീസ്, കോൾ ഇന്ത്യ. ഇത്രയും കമ്പനികളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതലും റിസൾട്ടുകളും അങ്ങനെ പല കാര്യങ്ങളുമാണ്. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും കോൺട്രാക്റ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് അവർ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇത് നമ്മുടെ യുദ്ധത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയാണ്. മിനിഞ്ഞാന്ന് ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇന്ത്യ പാക് അതിർത്തിയിൽ സംഭവങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ഇത് വിട്ട് ശ്രദ്ധ അങ്ങോട്ട് തന്നെ പോയി എന്ന്. അതേപോലെ ശ്രദ്ധ വിട്ടുപോയ മറ്റൊരു കാര്യമാണ് നമ്മുടെ ടെസ്ലയുടെ കമ്പനിയായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് കൊടുക്കാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇന്നലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതും അതേപോലെ യുദ്ധത്തിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വാർത്തയാണ്. എന്തായാലും നല്ലൊരു കാര്യമാണ്. അതേപോലെ ട്രംപ് മറ്റൊരു വെടിപൊട്ടിച്ചിട്ടുണ്ട്. വെടിപൊട്ടിച്ചാൽ ഒരു ക്ലൂ ഇട്ടിട്ടുണ്ട്. ഒരു വലിയൊരു രാജ്യമായിട്ട് ട്രേഡ് ഡീല് കൺഫേം ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയൊരു രാജ്യം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, യൂറോപ്യൻ കൺട്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചൈന ആയിരിക്കാം, അതോ അല്ലെങ്കിൽ ഇന്ത്യ ആയിരിക്കാം. ഇത് ഇന്ത്യയാണോ എന്ന ഒരു ചോദ്യം മുന്നോട്ട് വരുന്നുണ്ട്. കാരണം കാശ്മീർ പ്രശ്നത്തിൽ അവർ ഇടപെടാമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് ഓടിപ്പിടിച്ച് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും അവർ മുൻകൈ എടുക്കുന്നത് കണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു പക്ഷേ ഇത് ഇന്ത്യയാണോ എന്ന് സംശയിക്കണം. എന്ന് വെച്ചാൽ ഇന്ത്യയാണ് എന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം ചൈനയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡീലിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. സോ അത് ചിലപ്പോൾ ചൈന ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയൊരു രാജ്യമായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ഹിൻറ്റ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് രാജ്യമാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് അവസാനിച്ചത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രീനിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റാണ് ഇന്നലെ ആദ്യം ക്ലോസ് ചെയ്തത്, പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, പിന്നെ US മാർക്കറ്റ്. അപ്പോൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തത് ഗ്രീനിലാണ്. സോ ഇന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ 24,323 ക്ലോസ് ചെയ്തു. ഇന്ന് 24,364 41 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആക്കി. ദെൻ ഇപ്പോൾ കറൻ്റ് ട്രേഡ് നടക്കുന്നത് 24,377 അവിടുന്ന് 13 പോയിന്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഞാനിത് അരമണിക്കൂർ മുമ്പുള്ള ഡാറ്റയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ അതിനുശേഷം മാറ്റം വന്നിട്ടുണ്ടാവും. ദെൻ
മറ്റ് നോക്കുകയാണെങ്കിൽ കമ്മോഡിറ്റിയുടെ കാര്യങ്ങൾ ക്രൂഡ് ഓയിലിൽ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $58.28 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, 3398. ഇത് 3509 വരെ എത്തിയിട്ട് തിരിച്ചിറങ്ങിയതാണ്, ഒരു പുൾ ബാക്ക് വന്നതാണ്. സോ അവിടെ നിന്ന് വീണ്ടും അതൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 3500 കട്ട് ചെയ്ത് വളരെ കൂളായിട്ട് കയറി പോകുമെന്ന് തോന്നുന്നു. ബിറ്റ് കോയിൻ അതേപോലെ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 86,000 ഒക്കെ ഉണ്ടായത് ഇപ്പോൾ $97,843 എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം മാറ്റമില്ലാതെ തുടരുന്നു. ഇത് 84 രൂപ 23 പൈസ വരെ എത്തിയിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഒന്ന് ചെറുതായി സ്ലിപ്പായിട്ട് 84 രൂപ 83 പൈസയിലേക്ക് എത്തി നിൽക്കുകയാണ്. ദെൻ ഗ്ലോബൽ ഈവൻറ്റ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ US നിന്നുള്ള ഡാറ്റയാണ് ഒത്തിരി വരാനുള്ളത്. FOMC പ്രസ് കോൺഫറൻസ്, കൺസ്യൂമർ ക്രെഡിറ്റ്, കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിംസ്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് 4 വീക്ക് ആവറേജ്, നോൺ ഫാം പ്രൊഡക്ടിവിറ്റി, യൂണിറ്റ് ലേബർ കോസ്റ്റ്, ഹോൾസെയിൽ ഇൻവെൻ്ററീസ്, ഹോൾസെയിൽ ട്രേഡ് സെയിൽസ്, നാച്ചുറൽ ഗ്യാസ്, അറ്റ്ലാന്റ ഫെഡ് GDP നൗ, RICS ഹൗസിംഗ് പ്രൈസ് ബാലൻസ്, ഹലിഫാസ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ്, ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ. ഇങ്ങനെ ഇവൻറ്റുകളാണുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഇവൻറ്റുകൾ നമ്മൾ സ്ട്രൈക്കിൻ്റെ കാര്യം തന്നെ അല്ലെങ്കിൽ വാറിൻ്റെ കാര്യം തന്നെയാണുള്ളത്. ഇന്നലെ നമ്മൾ എല്ലായിടത്തും ഒരു മോക്ക് ഡ്രില്ല് ഒക്കെ ഉണ്ടായിരുന്നു. എത്ര പേര് അതിനകത്ത് പങ്കെടുത്തു എന്നറിയില്ല. പക്ഷേ അത് മനസ്സിലാക്കി വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. നമ്മൾ ഗൾഫിലൊക്കെ പോയവരാണെങ്കിൽ ഓരോ രാജ്യത്തും, അതായത് ഭൂമി കുലുക്കം കൂടുതൽ വരുന്ന രാജ്യങ്ങളിൽ അതെങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് അതിൻ്റെ സിഗ്നൽസ് ഉണ്ടാവുക, അതേപോലെ വാർ വരുമ്പോൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഒത്തിരി രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഒരു അറ്റാക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സേഫായിട്ട് മാറി നിൽക്കേണ്ടത് എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അവരവരുടെ ജീവിത സാഹചര്യത്തിൽ പഠിച്ചെടുത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഗവൺമെൻറ് മുൻകൈ എടുത്ത് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് അവർ പഠിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു മോക്ക് ഡ്രില്ലിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കില്ല. ചിലപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. വെപ്രാളപ്പെട്ട് പരക്കം പായല്ല വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മൾ കേരളത്തിലൊക്കെ ഇത്രയും ദൂരത്തേക്ക് ഒരു അറ്റാക്ക് വരിക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, അറബിക്കടൽ വഴിയാണ് അറ്റാക്ക് വരുന്നതെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കേരളത്തിലായാലും കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇത് മനസ്സിലാക്കി വയ്ക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മോക്ക് ഡ്രില്ലിലൊക്കെ പങ്കെടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം യുദ്ധമാണ്, എതിരാളികൾക്ക് ഏതിലൂടെ വന്നിട്ട്, അതായത് എതിരാളികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഓരോ രാജ്യവും ചിന്തിക്കുക. അപ്പോൾ അവിടെ മരണപ്പെടുന്നത് സാധാരണക്കാരനാണ് എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് വിജയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശത്രുരാജ്യത്തിനെ തകർക്കുക എന്നുള്ളതാണ് അവർ ചിന്തിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന ഈ 3 രാജ്യങ്ങൾ ഇന്ത്യക്ക് എതിരിൽ നിൽക്കുന്നുണ്ട്. സോ നമ്മളതിനെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കി വെക്കണം. നമുക്ക് പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനെ ഇവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടേതായ സെക്യൂരിറ്റി, നമ്മൾ എങ്ങനെ സേഫ് ആകാം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഫുഡ് കരുതുക, അങ്ങനെ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതായത് കേടുവരാത്ത ഫുഡ്, കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുന്ന ഫുഡുകൾ കരുതി വയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഏതൊരു അങ്ങനെയുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഈവൻ ഒരു ദാരിദ്ര്യം വന്നു പോയാൽ പോലും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് സത്യത്തിൽ അവർ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത്. സോ അതൊന്ന് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. എവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിലും ഒന്ന് ചെന്ന് നോക്കുക. ഇനി ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടൈറ്റൻ, REC, യൂണിയൻ ബാങ്ക്, സി എൻ്റർടൈൻമെൻറ്റ്സ്, വെസുവിയസ് ഇന്ത്യ, റെയിൻ ഇൻഡസ്ട്രീസ്, SJS എൻ്റർപ്രൈസസ്, സുല വൈൻയാർഡ്സ്, SG ഫിൻസർവ്, സദേൺ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ്, സിക്ക ഇന്റർപ്ലാൻ സിസ്റ്റംസ്, സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, സഹാന സിസ്റ്റംസ്, സിൽവർ ടച്ച് ടെക്നോളജീസ്. ഇത്രയും സ്റ്റോക്കുകളല്ല, ഇതിൽ കൂടുതലുണ്ട്. പക്ഷേ ഞാൻ ലിസ്റ്റ് ചെയ്തത് അത്രമേ ഉള്ളൂ, സ്പേസിൻ്റെ ഒരു കുഴപ്പമുണ്ട്. FNO ബാനിൽ വന്നിരിക്കുന്ന CDSL, മണപ്പുറം, RBL ബാങ്ക്, 3 സ്റ്റോക്കുകളാണ് ഇന്ന് FNO ബാനിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ 7-ാം തീയതി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ശ്രദ്ധിക്കുന്നവർ, ഞാൻ വായിക്കുന്നതിൽ അബദ്ധം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഏത് ദിവസത്തെ ഡാറ്റയാണ് എന്നുള്ളത് ഈ മുകൾ വശത്ത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടാവും. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു ദിവസം ഇതേപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഡേ, അതായത് തലേ ദിവസത്തെ ഡാറ്റ അപ്ഡേറ്റ് ആവാതെ അതിന് മുൻപത്തെ ദിവസം വായിച്ചു പോയിട്ടുണ്ട്. ഒരു സുഹൃത്ത് അത് നോട്ടീസ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു തന്നിരുന്നു.
അപ്പോൾ ഇവിടെ ഇതാണ് ഡേറ്റ്, ഇത് 7-ാം തീയതിയത്തെ ആക്ടിവിറ്റിയുടെ റിപ്പോർട്ടാണ്. സോ ഇന്നലെ 2585 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. അതുപോലെ 2378 കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. അങ്ങനെ 4964 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ട് കാണുന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ FMCG, ഫാർമ, ഈ 2 സെക്ടറുകൾ ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു, ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഫാർമ ബീസ്, ഗോൾഡ് ബീസ് ഇത് 2 നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു, ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു റിപ്പോർട്ടിന് കാര്യമായ ഒരു പ്രസക്തി ഉണ്ടാവില്ല, കാരണം ന്യൂസാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിനെ. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽസിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല. റേഞ്ച് ബ്രേക്കേഴ്സ്, LI ലിങ്ക്, അതേപോലെ വെൽസ്പൺ ലിവിങ്, PDS, ഭാരത് സീഡ്സ്, വാദിലാൽ ഇൻഡസ്ട്രീസ്, SP അപ്പാരൽസ്, ആർത്തി ഡ്രഗ്സ്, ദെൻ സംഗം ഇന്ത്യ, ഹിമാസിങ്ക സെൽ, ഗോകുൽദാസ് എക്സ്പോർട്ട്, ഇത്രയും കമ്പനികൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. സോ ഇത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബുൾസ് എൻ്റർടൈൻമെൻറ്റ്, ചിലപ്പോൾ അത് എൻ്റർപ്രൈസസ് ആയിരിക്കും, എനിക്ക് ഫുള്ള് ഇവിടെ പേരില്ല, ഇൻ സ്വിഫ്റ്റ് ലാബ്സ്, വെബ്സോൾ എനർജി, ഗോദ, ക്യാപ്കോൺ, യുണൈറ്റഡ് പോളിഫാബ്, ടീമോ പ്രൊഡക്ഷൻ. ഈ ടീമോ പ്രൊഡക്ഷൻസ് പെന്നി സ്റ്റോക്കാണ്. ഇതെല്ലാ ദിവസവും ഈ ഒരു ലിസ്റ്റിൽ, കാരണം ഇതിനകത്ത് പെന്നി സ്റ്റോക്ക് ആകുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞാൽ ടോട്ടൽ അതിൻ്റെ ഒരു ആസ്തി എന്ന് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 കോടിയോ 2 കോടി രൂപയേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ഒരാൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പർ സർക്യൂട്ട് അടിക്കുക, അതുപോലെ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ലോവർ സർക്യൂട്ട് അടിക്കുക. അതാണ് ഈ പെന്നി സ്റ്റോക്കുകളുടെ പ്രശ്നം. അപ്പോൾ ഈ ടീമോ പ്രൊഡക്ഷൻസ് എല്ലാ ദിവസവും ലോവർ സർക്യൂട്ടിൽ കാണുന്നുണ്ട്. ഓറിയന്റൽ ട്രൈമെക്സ്, ലോറൻസിനി അപ്പാരൽ, GVP ഇൻഫോടെക്, ജെറ്റ് ഫ്രൈറ്റ് ലോഗ്, ഇത്രയും കമ്പനികളാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി 0.75% മുന്നേറ്റത്തിൽ, അഥവാ 181 പോയിന്റിൻ്റെ മുന്നേറ്റത്തിൽ 24,414 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഇതുവരെയായിട്ട് 5 പോയിന്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തിൽ ഇതുവരെ നിഫ്റ്റി 72 പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റിൽ തന്നെ, അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിലാണുള്ളത്. പ്രോഫിറ്റ് എന്ന് നിഫ്റ്റിയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിൽ ട്രേഡിംഗ് നടക്കുന്നില്ല, അതിൻ്റെ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്കുകളാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് നമ്പർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ പ്രോഫിറ്റ്, ഇൻഡെക്സിൻ്റെ വാല്യൂ പറയുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അബദ്ധമായി പോകും. എന്തായാലും 72 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട്. ദെൻ ഇന്നത്തെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. PCR-ലേക്ക് വരികയാണെങ്കിൽ, ഇന്നത്തെ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ PCR 0.88 ആണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,500-ൽ 2 ലക്ഷമാണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,000-ൽ 1 ലക്ഷമാണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. വിക്സ് കിടക്കുന്ന 19.06 പീക്കിൽ ഒരു ബോർഡർ ലൈനിലാണ്. 20ൻ്റെ മുകളിലോട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്നുകിൽ മാർക്കറ്റ് വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്റ്റോപ്പ് ലോസ് എടുക്കുക, തിരിച്ച് അതേ എൻട്രി പോയിന്റിലേക്ക് വരിക എന്നൊരു കലാപരിപാടി ആയിരിക്കും ഇത് കാണിക്കുക. എന്തായാലും നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് 24,414 CPR കിടക്കുന്നത് 388, 368, 361, 335, 27 പോയിന്റിൻ്റെ ഒരു CPR ആണ്. 27 പോയിന്റിൻ്റെ ഗ്യാപ്പാണ് CPR-ലുള്ളത്. നോട്ട് റേറ്റ് സോൺ വന്നിരിക്കുന്നത് 336, 322, 14 പോയിന്റിന് നോട്ട് റേറ്റ് സോണാണ് വന്നിട്ടുള്ളത്. എന്തായാലും CPR-ൻ്റെ താഴെയായിട്ടാണ് നോട്ട് റേറ്റ് സോൺ വന്ന് കിടക്കുന്നത്. സോ നമുക്ക് ഹയർ സൈഡിലേക്ക് 24,388 ബ്രേക്ക് ഔട്ട് ലൈനായിട്ടും 322 ബ്രേക്ക് ഡൗൺ ലൈനായിട്ടോ അല്ലെങ്കിൽ താഴോട്ട് ഇടിഞ്ഞു പോകാനുള്ള ഒരു ലെവലായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. 66 പോയിന്റിന് ഒരു നോട്ട് റേറ്റ് സോണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 24,388 കട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനാണെങ്കിൽ 658 വരെയും പോകാൻ, ഏകദേശം 280ഓളം പോയിന്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല ഇടിഞ്ഞുത്തി താഴോട്ടാണ് വരുന്നതെങ്കിൽ 322 കട്ട് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഏകദേശം 150 പോയിന്റ് താഴെ പോയിട്ട് 171ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ 24,500 എന്ന ഒരു ലെവല്, 388 കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ 24,500 എന്ന ഒരു ഇടയിലൊരു സൈക്കോളജിക്കൽ ലെവലാണ്. അതൊരു റൗണ്ട് ഫിഗർ വരുമ്പോൾ എല്ലാ ഓപ്ഷൻ ബയേഴ്സും സെല്ലേഴ്സും സ്റ്റോക്കൊക്കെ ചെയ്യുന്നവർ അവിടെ ഒന്ന് ഹോൾട്ടാവും. അവർ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യും അവിടെ എത്തുമ്പോൾ. കാരണം അവിടെ വെച്ച് നോർമലി യു ടേൺ ഉണ്ടാകും എന്ന് കരുതിയിട്ട് അവിടെ വെച്ച് സ്ക്വയർ ഓഫ് ചെയ്യും. പക്ഷേ ചിലപ്പോഴൊക്കെ അതൊരു പുൾ ബാക്ക് വന്നിട്ട് തിരിച്ചതുപോലെ കയറി പോകാറുണ്ട്. എന്തായാലും ആ ഒരു സ്ഥലത്ത് ഒരു റിജക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കണം.
അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. ഇന്നത്തെ ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ടെക്നിക്കൽസിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുക. ഇന്നലെ എനിക്ക് ഈ ഒരു ഡയലോഗ് പറഞ്ഞതുകൊണ്ട് ഒത്തിരി മെസ്സേജസ് കിട്ടിയിരുന്നു. അതായത് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുന്നതാണ്. ഇതൊരു അൺസർട്ടിനിറ്റിയാണ്. അതായത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഊഹം പോലും കണക്കൂട്ടിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്. ന്യൂസിൻ്റെ ബേസിൽ പോകുന്നുണ്ട്, യുദ്ധം നടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇന്നലെ ഒത്തിരി പേര് മാറി നിന്നിട്ടുണ്ടായിരുന്നു ട്രേഡ് ചെയ്യാതെ. അപ്പോൾ അവർക്ക് ട്രേഡ് ചെയ്തവർക്കൊക്കെ ഇന്നലെ ലോസിൽ അവസാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ട്രേഡ് ചെയ്യാതെ മാറി നിന്നവർക്ക് സേഫായിട്ട് നിൽക്കാനും പറ്റി. പക്ഷേ ഇതിനൊരു വിരോധാഭാസമുണ്ട്. ഇന്ന് ഇവരെന്നോട് താങ്ക്സ് പറഞ്ഞിട്ട് നാളെ ഒരു ദിവസം ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ട് ഇവർ മാറി നിന്നു, പക്ഷേ മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫോൾ, അല്ലെങ്കിൽ ഒരു റാലി ഉണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഇവരെന്നോട് വളരെ താങ്ക്സ് പറഞ്ഞവർ ആ അക്ഷരങ്ങൾ മാറ്റി വേറെ പലതും കൂടി എഴുതി അയക്കാറുമുണ്ട്. സോ അത് മാർക്കറ്റിൻ്റെ സിറ്റുവേഷനാണ്, നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ആ ഒരു പ്രതീക്ഷയിൽ മാർക്കറ്റ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഫൈൻ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് പോകുന്നതെങ്കിൽ അതുകൂടി സഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക, നിങ്ങളുടേതായ സാമാന്യ ബുദ്ധിക്ക്. കാരണം ഞാനും നിങ്ങളും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, ഒരേ ബുദ്ധിശക്തിയുള്ള ആൾക്കാരാണ്. എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കോ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കോ ഉണ്ടെന്നൊന്നും ഒരു അവകാശവാദവും ഇല്ലാതെ തന്നെ നമുക്ക് ന്യൂട്രലായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാം. ഒരുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരേ രീതിയിലുള്ള ഉത്തരങ്ങൾ തന്നെ കിട്ടും. സോ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.